ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ക്ലാസിക്കോ പോരാട്ടം ഇങ്ങെത്തിക്കഴിഞ്ഞു. അർജന്റീനയും ബ്രസീലും ഒരിക്കൽ കൂടി ശക്തി പരീക്ഷിക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 അർജന്റീനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അർജന്റീന എങ്ങനെയാവും ഈ മത്സരത്തിന് വരുന്നത്? അത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. ബ്രസീൽ 6 മാറ്റങ്ങൾ നടത്തും എന്നുള്ള റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അർജന്റീനയുടെ നിരയിൽ ഒരു സംശയമാണ് ഇപ്പോൾ അർജന്റീനയുടെ പരിശീലകനായ സ്കലോണിക്ക് ബാക്കി നിൽക്കുന്നത്. TYC സ്പോർട്സ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് റോഡ്രിഗോ ഡി പോൾ വരുമ്പോൾ ആരെ പുറത്താക്കണം അല്ലെങ്കിൽ ആരെ സ്റ്റാർട്ടിംഗ് 11-ൽ നിന്നും മാറ്റി നിർത്തണം എന്ന കാര്യത്തിലാണ് സ്കലോണിക്ക് ഇപ്പോൾ സംശയങ്ങൾ ഉള്ളത്. ലിയാൻഡ്രോ പരേഡസിനെ ഒഴിവാക്കണോ അതല്ലെങ്കിൽ ജൂലിയാനോ സിമിയോണിയെ ഒഴിവാക്കണോ എന്ന കാര്യത്തിലാണ് സംശയങ്ങൾ ഉള്ളത്. പരേഡസിനെ ഒഴിവാക്കുകയാണെങ്കിൽ 4-3-3 എന്ന ഫോർമേഷൻ തന്നെയായിരിക്കും അർജന്റീന ഉപയോഗപ്പെടുത്തുക. അതല്ല ജൂലിയാനോ സിമിയോണിയെയാണ് ഒഴിവാക്കുന്നതെങ്കിൽ 4 മധ്യനിര താരങ്ങളെ വെച്ചുകൊണ്ടാണ് അർജന്റീന കളിക്കുക. അതായത് 4-4-2 എന്ന ഫോർമേഷൻ ആയിരിക്കും. ഏതായാലും ബ്രസീലിനെതിരെ അർജന്റീനയുടെ ഒരു പോസിബിൾ ലൈനപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ്, പ്രതിരോധ നിരയിൽ മാറ്റമില്ല. ടാഗ്ലിയാഫിക്കോ, നിക്കോളാസ് ഓട്ടമൻഡി, ക്രിസ്ത്യൻ റൊമേറോ, നഹുവേൽ മൊളിന എന്നിവരായിരിക്കും വരിക. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അലക്സിസ് മാക്കാലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും അവിടെ ഉണ്ടാകും. അവർക്കൊപ്പം റോഡ്രിഗോ ഡി പോൾ ഉണ്ടാകും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പരേഡസ് ചിലപ്പോൾ ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ജൂലിയാനോ സിമിയോണി ഉണ്ടാവില്ല. ഈ രണ്ടിൽ ഒരാൾക്ക് സ്ഥാനം നഷ്ടമാകും എന്നുള്ളതാണ്. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹൂലിയൻ ആൽവറസ് അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ തിയാഗോ അൽമേഡക്ക് സ്ഥാനം ഉറപ്പാണ്. ജൂലിയാനോ സിമിയോണി ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു അർജന്റീനയുടെ പോസിബിൾ ലൈനപ്പ് വരുന്നത്. കഴിഞ്ഞ മത്സരത്തിലെ അതേ 11 തന്നെയാണ് ഏറെക്കുറെ വരിക. റോഡ്രിഗോ ഡി പോൾ വരുമ്പോൾ ഒന്നുകിൽ സിമയോണി പുറത്താകും അല്ലെങ്കിൽ പരേഡസ് പുറത്താകും. ആർക്കാണ് സ്ഥാനം നഷ്ടമാവുക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.